എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അക്കൗണ്ടൻസിന്റെ ബേസിക്കിനെ പറ്റിയാണ്. എന്താണ് അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അക്കൗണ്ടൻസിനെ പരിചയപ്പെടുത്തുന്നത് അത് ഒരു ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്നാണ്. അതായത് ഒരു ബിസിനസ്സുകാരൻ്റെ ലാംഗ്വേജ് ആണ് അക്കൗണ്ടൻസി എന്നാണ് അക്കൗണ്ടൻസിയെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൽ നടക്കുന്ന സംഭവങ്ങൾ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസാക്ഷൻസ്. അതായത് ബിസിനസ്സിൽ നടക്കുന്ന ഒരു ഇവന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഈ ട്രാൻസാക്ഷനെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും പിന്നെ ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുക എന്നതാണ് അക്കൗണ്ടൻസി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് അറിയാം, ഇതിലൂടെ നമ്മൾ സംസാരിച്ചു ബിസിനസ് ട്രാൻസാക്ഷൻ, അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഒരു ഇവന്റ് ആണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന്. അപ്പോൾ അതിന് ചില ഉദാഹരണങ്ങളാണ് പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുന്നത് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻസ് ആണ്. ഇനി സോൾഡ് ഗുഡ്സ് ഫോർ ക്യാഷ്, അതും ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ ആണ്. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ബിസിനസ്സിൽ നടക്കുന്ന ഇവന്റിനെയാണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പാണ് ഈ ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ ഇതിൽ ഡെബിറ്റ് എന്താണ് ക്രെഡിറ്റ് എന്താണെന്ന് നമ്മൾ നോക്കേണ്ടത്. ഇതിന് 3 അക്കൗണ്ടിങ് റൂൾ പ്രകാരമാണ് നമ്മൾ ഡെബിറ്റിനെയും ക്രെഡിറ്റിനെയും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആദ്യമായി നോമിനൽ അക്കൗണ്ട് ആണ്. എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ്? നോമിനൽ അക്കൗണ്ട് പ്രകാരം ഡെബിറ്റ് എന്ന് പറയുന്നത് ഓൾ ദ എക്സ്പെൻസസ്, എല്ലാ ചെലവുകളെയും അസറ്റിനെയും ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് പ്രകാരം ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ, നോമിനൽ അക്കൗണ്ടിൽ ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദി എക്സ്പെൻസസ്, പിന്നെ അതേപോലെ തന്നെ അസറ്റ്സ്, ഇതിനെ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് എക്സ്പെൻസസ്? സാലറി, റെന്റ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെയാണ് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന സാധാരണ ചെലവുകൾ എന്ന് പറയുന്നത് സാലറിയാണ്, റെന്റ്, ഇതൊക്കെയാണ് എക്സ്പെൻസ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അസറ്റ് എന്തൊക്കെയാണ്? ഫർണിച്ചർ അസറ്റാണ്, ബിൽഡിംഗ് അസറ്റാണ്. അപ്പോൾ അസറ്റിനെയും എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി നോമിനൽ അക്കൗണ്ട് പ്രകാരം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ ഇൻകം ക്രെഡിറ്റ് ലാബിലിറ്റി ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇൻകം എന്ന് പറഞ്ഞാൽ നമുക്ക് റെന്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഇൻകം ആണ്. ഈ ഇൻകത്തിനെ നോമിനൽ അക്കൗണ്ട് പ്രകാരം ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ലാബിലിറ്റിനെയും എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ നോമിനൽ അക്കൗണ്ട് പ്രകാരം ഓൾ ദ എക്സ്പെൻസസ് ഡെബിറ്റ്, അതേപോലെ തന്നെ അസറ്റിനെയും ഡെബിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഓൾ ദ ഇൻകംസ്, അതേപോലെ തന്നെ ലാബിലിറ്റിനെ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ അക്കൗണ്ടായ റിയൽ അക്കൗണ്ട് പ്രകാരം എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് കംസ് ഇൻ, എന്താണോ നമ്മുടെ അടുത്തേക്ക് വരുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. വാട്ട് കംസ് ഇൻ ഡെബിറ്റ്, നമ്മളെടുക്കുന്ന എന്താണോ പോകുന്നത്, വാട്ട് ഗോസ് ഔട്ട്, ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ റിയൽ അക്കൗണ്ട് പ്രകാരം വാട്ട് ഡെബിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് കംസ് ഇൻ, എന്താണോ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് അതിനെ ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ വാട്ട് ഗോസ് ഔട്ട്, എന്താണോ നമ്മളുടെ അടുത്തേക്ക് പോകുന്നത് അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സാധനം നമ്മുടെ അടുത്തേക്ക് വന്നു, അപ്പോൾ എന്ത് ചെയ്യണം? പർച്ചേസിനെ ഡെബിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഗുഡ്സിനെ ഡെബിറ്റ് ചെയ്യണം. പർച്ചേസ്ഡ് ഗുഡ്സ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് നമ്മുടെ അടുത്ത് വന്നു, അപ്പോൾ ഗുഡ്സിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷ് നമ്മുടെ അടുത്ത് പോകുന്നു, അപ്പോൾ വാട്ട് ഗോസ് ഔട്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് റിയൽ അക്കൗണ്ട് പ്രകാരം. ഇനി അവസാനത്തേത് പേഴ്സണൽ അക്കൗണ്ടിൽ എന്താണ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് നോക്കാം. പേഴ്സണൽ അക്കൗണ്ട് ഹൂ ഈസ് ദ റിസീവർ, ആരാണോ റിസീവ് ചെയ്യുന്നത് അവരെ ഡെബിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. ഹൂ ഈസ് ദ ഗിവർ, അവരെ ക്രെഡിറ്റ് ചെയ്യണം എന്ന് പറയുന്നു. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം ഹൂ ഈസ് ദ റിസീവറിനെ ഡെബിറ്റ്, ഹൂ ഈസ് ദ റിസീവർ ഡെബിറ്റ്, ഹൂ ഈസ് ദ ഗിവർ ക്രെഡിറ്റ്. നമ്മളിപ്പോൾ ഒരാൾക്ക് റെന്റ് കൊടുക്കുകയാണെങ്കിൽ ആ റെന്റ് റിസീവ് ചെയ്യുന്ന ആളെ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ആരാണോ റിസീവർ അവരെ ഡെബിറ്റ് ചെയ്യണം. നമുക്കൊരു കസ്റ്റമർ നമുക്ക് പൈസ തരുവാണെങ്കിൽ, കസ്റ്റമറെ ക്രെഡിറ്റ് ചെയ്യണം. എന്തുകൊണ്ട്? കസ്റ്റമർ ഹു ഈസ് ദ ഗിവർ ആണ്, അപ്പോൾ കസ്റ്റമറിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അത് ക്യാഷ് ഡെപ്പോസിറ്റ്, ബാങ്ക്
ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക്. ഇതാണ് ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ കോൺട്രാ എൻട്രീസ് എന്നും കൂടി വിളിക്കാറുണ്ട്. കോൺട്രാ എൻട്രീസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നത്, ഒരു ബാങ്കിൽ നിന്ന് വേറൊരു ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇനി മെയിൻ ക്യാഷിൽ നിന്ന് പെറ്റി ക്യാഷിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇതിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രാ എൻട്രീസ് എന്ന് പറയുന്നത്. കോൺട്രാ എൻട്രീസിൽ എങ്ങനെയാണ് ഡെബിറ്റ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ടു ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ നോക്കേണ്ടത് അസറ്റിൻ്റെ വാല്യൂ കൂടുമ്പോൾ, അതായത് ക്യാഷ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബാങ്കിൻ്റെ വാല്യൂ കൂടും, ബാങ്ക് ബാലൻസ് കൂടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. ക്യാഷിൻ്റെ ബാലൻസ് കുറയും, അപ്പോൾ ക്യാഷിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ബാങ്ക് എന്ന് പറയുമ്പോൾ അസറ്റ് വാല്യൂ കൂടുന്നതിനെ ഡെബിറ്റ് ചെയ്യണം. അത് ഇവിടെ അസറ്റ് വാല്യൂ കൂടിയതാണ് ബാങ്കിൻ്റെയാണ് കൂടുക. അപ്പോൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യും. അസറ്റ് വാല്യൂ കുറയുന്നതിന് ക്യാഷ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ഇനി ക്യാഷ് വിഡ്രോൺ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞാൽ ക്യാഷ് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യും. അപ്പോൾ ക്യാഷിൻ്റെ ബാലൻസ് നമ്മളെടുത്ത് കൂടും ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്യുമ്പോൾ. അപ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. എന്തുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു? ക്യാഷ് ബാലൻസ് കൂടുന്നു, ബാങ്കിൻ്റെ ബാലൻസ് അവിടെ കുറയും. അപ്പോൾ ബാങ്കിന് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ. ഇനി ഞാൻ എൻ്റെ SBI ബാങ്കിൽ നിന്ന് കനറ ബാങ്കിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ കനറ ബാങ്കിൻ്റെ ബാലൻസ് കൂടും, അപ്പോൾ കനറ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യണം. SBI ബാലൻസ് കുറയുമ്പോൾ SBIനെ ക്രെഡിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി ഒരു കോൺട്രാ എൻട്രി നമ്മളെടുക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്സ്, നമ്മളൊരു കോൺട്രാ എൻട്രി കിട്ടില്ല എന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ P&L-നെയോ ബാലൻസ് ഷീറ്റിനെയോ എവിടെയെങ്കിലും സ്വാധീനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ P&L-ഓ ബാലൻസ് ഷീറ്റോ എവിടെയെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്.